നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ പൗരന്മാർ. നിങ്ങളിനി ഒന്നിച്ച് കഴിയാൻ പാടില്ല എന്ന് CI സാറ് പറഞ്ഞതല്ലേ? പിന്നെ എന്താണാവോ അതനുസരിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഞാനിവിടെ നിൽക്കുന്നതേ നിയമപ്രകാരം തന്നെയാ. ഓ, അതേത് നിയമം? നിത്യ എന്റെ വീട്ടിൽ നിൽക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാ. അതിനെനിക്ക് കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. അല്ല, അതിനെ ചോദ്യം ചെയ്യാൻ ഏത് കോടതിക്ക് അധികാരമുള്ളത്? എങ്ങനെ ചിരിക്കാതിരിക്കും നിത്യ? വലിയ വലിയ മഹാന്മാരും മണ്ടത്തരം കാണിക്കുമ്പോ അറിയാതെ ആരാണെങ്കിലും പൊട്ടിച്ചിരിച്ചു പോവും. രണ്ടുപേരും വന്ന് കയറിയ നിമിഷം മുതല് ആരോടൊക്കെയോ നിയമോപദേശം തേടിയെന്ന് തോന്നുന്നു. കഷ്ടം. പക്ഷേ ഇഷ്ടമല്ല എനിക്കിത്തരം നിയമോപദേശങ്ങളൊക്കെ. CI സാറ് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. നീ വാ. നിത്യയുടെ ദേഹത്ത് കൈവച്ച കൊല്ലും ഞാൻ. നീ ശബ്ദം ഉയർത്തനോടാ. നീ എന്റെ ദേഹത്ത് കൈവയ്ക്കണം, കൊല്ലാൻ ശ്രമിക്കണം. അങ്ങനെ വന്നാലേ ഈ കേസ് കോടതിയിൽ മേനയായിട്ടെത്തൂ. ഈ കേസ് കോടതിയിൽ എത്തിയാൽ മാത്രമേ നീയോ ഇവളോ ഒന്നിച്ച് ജീവിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമല്ല, അവിഹിത ബന്ധമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ നാട്ടിലെ സകല മീഡിയാസിനെ കൊണ്ട് ഞാൻ എഴുതിക്കും, ഒരേ സമയം കൊണ്ട് ഒരുപാട് പുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്ന ഒരുത്തിയാണ് നീയെന്ന്. മസില, നീ അടിക്കടാ. അതാ എനിക്കിഷ്ടം. ജീവനെ തല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കണം. നിത്യ, നിത്യ, നിയമപ്രകാരമുള്ള ഉത്തരവനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിലേ, ഇവനിൽ നിന്ന് പിരിയാൻ നീ തയ്യാറല്ലെങ്കിലേ, നിന്റെ കൺമുമ്പില് നിനക്കിഷ്ടപ്പെട്ട വേറെ 2 പേര് പിരിയും. നിന്നെ ഇനി അമ്മ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരില് അമ്മ ഇനി അച്ഛന്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞ എന്റെ അച്ഛനതനുസരിക്കും. നിന്റെ അമ്മ, നിന്റെ ദൈവം. മോളെ, സുജാതയുടെ കഴുത്തിന്ന് ഞാൻ ആ താലി അഴിച്ച് മാറ്റിക്കും. അത് കാണണോ? കാണണോടി നിനക്ക്? ഇനിയിപ്പോ നീ നിയമം അനുസരിക്കും, ഇവനും അനുസരിക്കും. നിയമമാണ് നിത്യ, നിയമം. അതാണ് പ്രശ്നം. നീയും അമ്മയും ചേർന്ന് ഒരു പരാതി എഴുതാനുള്ള കടലാസ് കയ്യിലെടുത്ത തൽക്കാലം നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അവനുണ്ടല്ലോ ഹരി,
അവനെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. എന്നിട്ട് അവിടെ ഇട്ട് തല്ലി ചതച്ച് ഞാൻ അവനെ കൊല്ലും. അമ്മയും മകളും എല്ലാവരോടും കൊട്ടിഘോഷിച്ചതുപോലെ ക്രിമിനലാ ജീവൻ, പക്കാ ക്രിമിനൽ. ഇനി നീ ഇവിടെ നിന്നാ മതി, ഇവരുടെയൊക്കെ നെഞ്ചും കൂടിന്റെ സംരക്ഷണത്തിൽ. അതും ജീവന്റെ ഒരു ഔദാര്യമായിട്ട് കണ്ടാ മതി. എല്ലാരും കേട്ടല്ലോ? സാരമല്ല മോളെ, നിങ്ങളെ ഇന്ന് വേർപിരിക്കാൻ അവന് നിയമം എന്ന ആയുധം മതിയാവും. പക്ഷെ ഒന്നിച്ചു ചേർന്ന നിന്റെയോ ഹരിയുടെയോ മനസ്സ് വേർപിരിക്കാൻ അവനെ കൊണ്ടാവില്ല. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവർക്കും ആവില്ല. മോള് വാ. என்ன சார், என்ன நீங்க பாக்குறது? நீங்க எல்லாம் ஜெயிச்சிடுங்க சார். பெரிய ஆளுகள் எல்லாம் ஜெயிச்சிடுங்க. அவர் தானே ஜெயிக்கிறேன்.